ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അസ്ന ആഷിഖ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ കൂടെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീഷോയിൽ നിന്ന് നമ്മൾ പാർട്ടി വിയർ കുർത്ത സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയറിംഗ്സും അതുപോലെ ഹീൽസും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇന്ന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കുർത്ത സെറ്റ് വന്നിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്, എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ ഇവിടെ സൈഡ് കൊടുക്കാം കേട്ടോ. എന്തായാലും പ്രൈസ് 1000 റുപ്പീസിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെറ്റ് വന്നിട്ട്. അപ്പോ ഫസ്റ്റ് തന്നെ ഇതിന്റെ ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വന്നിട്ട്. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. എന്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്റെ സൈസ് സ്മോൾ ആണ്. ഞാൻ ചിലപ്പോൾ മാത്രമേ മീഡിയം സൈസ് എടുക്കാറുള്ളൂ. കുർത്ത സെറ്റ് ഫുൾ കംപ്ലീറ്റ് ഞാൻ സ്മോൾ സൈസ് ആണ് എടുക്കാറുള്ളത്. അപ്പൊ സ്മോൾ സൈസ് ആണ്. ഇതുപോലൊരു വി നെക്ക് ആണ്. വി നെക്കിൽ നല്ല അടിപൊളി സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ടോപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഈ ഒരു നെക്കിലുള്ള വർക്ക് ആണ്. ഇത് വി നെക്ക് ആണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിലും ഇതുപോലത്തെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയൊരു ഞെരിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഒന്നും കൊടുത്തിട്ടില്ല, ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. പിന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഈ ഒരു കുർത്ത സെറ്റിന് ഇത്രയും വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ലീവിന് അവർ ലൈനിങ് കൊടുത്തിട്ടില്ല. സ്ലീവ് ലൈനിങ് ഇല്ലാണ്ടാണ് തന്നിട്ടുള്ളത്. ബാക്ക് ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ്. ഇതിന്റെ ഇറക്കം എൻ്റെ മുട്ടിന് കുറച്ചും കൂടെ താഴെയായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പാന്റ് വന്നിട്ട് നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഷരാര സെറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പാന്റ് വന്നിട്ട് പലാസോ പാന്റ് ആണ്. ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇവിടം വരെ ഇങ്ങനെയാണ്. മുട്ടിന്റെ ഇവിടുന്ന് തൊട്ട് ഇതുപോലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സീക്വൻസോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ലേസ് വർക്ക് ആണ്. ഫുൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാന്റിന്റെ ഏറ്റവും എൻഡ് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ടോപ്പിനുണ്ടായിരുന്ന ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിലുള്ള പാന്റ് ആണ്. പാന്റിന് അവര് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പാന്റിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഷരാര സെറ്റ് ആണ്. ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഷോളിന്റെ ഏറ്റവും എൻഡ് പോർഷനിലായിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ സീക്വൻസിന്റെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഷോളാണ്. സാറ്റിൻ സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഷോളാണ് ഇതിനും വന്നിട്ടുള്ളത്. നല്ല ഷോളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു സ്കൈ ബ്ലൂ ഒരു നല്ല ഭംഗിയുള്ള കളറാണ്. ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഷരാറ സെറ്റാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ പെയർ ചെയ്തിട്ട് കമ്മൽ വാങ്ങിയിട്ടുണ്ട്. കമ്മലും ചുട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് ഒരു ഗോൾഡൻ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കമ്മലാണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു വർക്ക് ഗോൾഡൻ ആണ്. അതുപോലെ സ്കൈ ബ്ലൂ ആണ് ടോപ്പിന്റെ കളർ. അപ്പൊ ഞാൻ ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ഇയറിംഗ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇയറിംഗ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. കുറച്ച് ഹെവി വർക്കിൽ വരുന്ന ഇതുപോലെ മുത്തിന്റെ ഒരു സംഭവം വരുന്ന നല്ല അടിപൊളി റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഇയറിംഗ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ചുട്ടിയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് ചുട്ടി വന്നിട്ട്. സെയിം അതേ മോഡലിലുള്ള ചുട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിൽ വേറൊരു ചുട്ടിയും വേറൊരു ഇയറിംഗ്സും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ചുട്ടി വന്നിട്ട്. അപ്പോൾ
ഇതിന്റെ പ്രൈസ് വന്നിട്ട് 140 അങ്ങനെ എന്തോ ആണ്. ഇത് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ഇയറിങ്സ് വാങ്ങിയപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇയറിങ്സിനെക്കാട്ടും കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട്. കാരണം ഇതിന്റെ ഈ ഒരു മുത്തിന്റെ ഇതായിരിക്കാം തോന്നുന്നു, കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് വന്നിട്ട്. ഇനി തേർഡ് വന്നിട്ടുള്ളത് നമ്മുടെ ഹീൽസ് ആണ്. അപ്പൊ ഇതിലോട്ട് ഇത് അത്യാവശ്യം ഒരു വർക്ക് സിമ്പിളും അല്ല, ഒരു മീഡിയം ലെവൽ വർക്കുള്ള ഷരാര സെറ്റ് ആണ്. അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് ഹെവി കമ്മലും ഹെവി ചുട്ടിയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ചോക്കർ, മാല അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, സിമ്പിൾ ആണ്. പിന്നെ ഞാൻ ഹീൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹീൽസ് ഇതാ ഈ ഒരു ഹീലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 2.5 ആണ് ഇതിന്റെ ഹീല് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ഈ ഒരു ചപ്പല് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഫുൾ കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഈ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ലെതർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 6 ആണ്. എൻ്റെ കാലിന്റെ അളവ് വന്നിട്ട് 24.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 24 സെന്റിമീറ്ററിന് സൈസ് ചാർട്ട് ഞാൻ നോക്കിയ സമയത്ത് 6 ആയിരുന്നു സൈസ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് ആണ്, നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ വരുന്ന ഒരു ഹീലാണ് ഇത്. അധികം ഹീലോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത്യാവശ്യം 1.58 1.59 നീളമുണ്ട്, ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചപ്പല് എനിക്ക് വലിയ ഹീലായിട്ട് തോന്നിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹീലാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പെയർ ചെയ്തിട്ടാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു 3 സംഭവം വെച്ചിട്ട് അടിപൊളി ലുക്ക് ആക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.